ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലുള്ളൊരു ഡ്രസ്സാണ്. കുട്ടികളുടെ ഫ്രോക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഡ്രസ്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് പ്ലെയിൻ നെറ്റ് 4 മീറ്റർ, ഷോളിന് ഉൾപ്പെടെയാണ്. വർക്ക് നെറ്റ് 1/2 മീറ്റർ, അത് കഴിഞ്ഞിട്ട് കോട്ടൺ ലൈനിങ് 2 മീറ്റർ, ക്രേപ്പ് ലൈനിങ് 2 മീറ്റർ, സാറ്റൻ ലൈനിങ് 2 മീറ്റർ, പിന്നെ ബാക്കിൽ വെക്കാനായിട്ട് സിബ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റിഫ് നെറ്റ് 2 മീറ്ററും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 22 ചെസ്റ്റ് അളവിൻ്റെ സൈസിലാണ്. ഞാൻ ഈ കാണുന്ന ഒരു മെഷർമെൻറ്റൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മെഷർമെൻറ്റാണോ ആവശ്യം അത് നിങ്ങൾ എടുത്താൽ മതിയാവും. ഇതേ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. സ്കേർട്ടിൻ്റെ ഹിപ്പ് റൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഹിപ്പ് റൗണ്ട് 22ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. 22 ആണെങ്കിൽ 22 + 2 24. 24നെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24നെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3.8 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് ഹിപ്പ് റൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് 3.9 4 ആയിട്ട് നമുക്ക് കട്ട് ചെയ്താലും പ്രശ്നം വരത്തില്ല. ഞാനിവിടെ ആദ്യം സ്കേർട്ട് പാർട്ടിൽ ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഹിപ്പ് റൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്രയാണോ കിട്ടിയത് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 3.8ന് 4 ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോർണർ വരുന്ന ഭാഗത്തു നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ആ മാർക്കിങ് ഇനി എവിടെയാണോ വരുന്നത്, നിങ്ങൾക്ക് ഏത് ലെങ്തിലാണോ വരുന്നത് അവിടെ നിന്ന് ചോക്കിട്ട് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നാണ് അടുത്ത സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ടോട്ടൽ സ്കേർട്ടിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് വേണം ലൈനിങ്ങിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഞാൻ ടോട്ടൽ 3 ലെയർ ലൈനിങ് എടുക്കുന്നുണ്ട്. സാറ്റൻ ലൈനിങ്, ക്രേപ്പ് ലൈനിങ്, കോട്ടൺ ലൈനിങ്. അപ്പോൾ നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ഏറ്റവും പുറത്ത് വരുന്നത് 2 ഇഞ്ച് കുറയ്ക്കുക. അതിൻ്റെ തൊട്ട് അകത്തായിട്ട് വരുന്നത് വീണ്ടും 2 ഇഞ്ച് കുറയ്ക്കുക. ഏറ്റവും അടിയിൽ വരുന്നത് വീണ്ടും 2 ഇഞ്ച് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് വേണം ലൈനിങ്ങുകൾ അളവ് എടുക്കാനായിട്ട്, സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എല്ലാ ലൈനിങ്ങും ഒരേപോലെ ആകുമ്പോൾ പുറത്ത് കാണാൻ പറ്റും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ്ങിന് 2 ഇഞ്ച് ലെങ്ത് കുറച്ചെടുക്കുന്നത്. ഞാൻ ഇതുപോലെ മാർക്കിങ്ങിൽ വെച്ച് തന്നെ ടോട്ടൽ ലെങ്ത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലത്തെ മാർക്കിങ്ങും അതിൽ വെച്ചിട്ട് താഴേക്ക് 18 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണോ എന്ന് നോക്കണം. എല്ലാ പീസും, അതായത് 4 പീസും കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വന്ന പീസ് നമുക്ക് ബോഡി പാർട്ടിലത്തേക്ക് ആവശ്യമുണ്ട്. അത് പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഇതേ രീതിക്ക് തന്നെ മറ്റേ ലൈനിങ്ങുകളും ക്രേപ്പും കോട്ടനും ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ 2 ഇഞ്ച് കുറച്ച് ക്രേപ്പ് ലൈനിങ്ങും അതിൻ്റെ അടിയിൽ വരുന്ന അകത്ത് വീണ്ടും വരുന്ന ആ കോട്ടൺ ലൈനിങ്ങും 2 ഇഞ്ച് വീതം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സാറ്റൻ 18ആണ് ലെങ്ത് മാർക്ക് ചെയ്തത്, ക്രേപ്പ് 16ആണ് മാർക്ക് ചെയ്തത്, കോട്ടൺ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതേ രീതിക്ക് മാർക്ക് ചെയ്ത് ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നെറ്റ് ക്ലോത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നെറ്റ് ക്ലോത്ത് ഇതുപോലെ 2 മീറ്റർ ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിനുശേഷം ഞാൻ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം ആ ലെങ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 20 ലെങ്താണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത് എനിക്ക് 20ആണ് ആവശ്യം. ഞാൻ 20.5 ആയിട്ടാണ് എടുത്തത്. 20.5 ഇഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്യുക. സ്ലീവ് എലമെൻറ്റ്സ് ആയിട്ട് മുകളിലത്തെ യോക്ക് പാർട്ട് ജോയിൻ്റ് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. താഴ്ഭാഗത്ത് ഫോൾഡിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് 1/2 ഇഞ്ച് മാത്രം സ്ലീവ് എലമെൻറ്റ്സ് വിട്ട് കൊടുത്താൽ മതി. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി കട്ട് ചെയ്ത ഭാഗം ഞാൻ മുകളിൽ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഫ്രില്ലത്തൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്.
അടുത്ത് പുറത്തിടാനായിട്ടുള്ള വീണ്ടും ഒരു 1.5 മീറ്റർ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തെടുത്തതിന് ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ആദ്യം ഞാൻ എത്രയാണോ ടോട്ടൽ എടുത്തത്, നിങ്ങൾ എത്രയാണോ ടോട്ടൽ ലെങ്ത് നെറ്റിൽ മാർക്ക് ചെയ്തത്, അടുത്ത ലെയർ ആവശ്യമുള്ളവർ മാത്രം അടുത്ത ലെയർ 2 ഇഞ്ച് കുറച്ച് തന്നെ എടുക്കുക. നിങ്ങൾ 20 എടുത്തതെങ്കിൽ 18 എടുക്കുക. 18 മാർക്ക് ചെയ്ത് നേരത്തെ പോലെ കട്ട് ചെയ്ത് മാറ്റുക. ഷോളിലത്തൊക്കെയായിട്ട് ഞാൻ 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അതിനെയും വീതിയെയും കൂടെ ബാക്കി വരുന്ന പാർട്ട് ഇതുപോലെ ഫ്രില്ലിലത്തൊക്കെയായിട്ട് കട്ട് ചെയ്ത് മാറ്റി. ഫ്രില്ലിലത്തൊക്കെയായിട്ട് ഞാൻ 1.5 ഇഞ്ച് വിഡ്ത്തിന് 2 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. ആ ഒരു വിഡ്ത്തിനാണ് എടുത്തിട്ടുള്ളത് വീതി. ഇനി സ്റ്റിഫ് നെറ്റ് കട്ട് ചെയ്യാം. സ്റ്റിഫ് നെറ്റ് ഞാൻ ടോട്ടൽ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്ററിനെ ഞാൻ 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 4 പീസാക്കി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ കോട്ടൺ ലൈനിങ് ആണ്, നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോട്ടൺ ലൈനിങ്ങിലാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു സൈഡ് ഓപ്പണിങ്ങും ഒരു സൈഡ് ഫോൾഡിങ്ങുമാണ് വരുന്നത്. ഓപ്പണിങ് വരുന്ന ഭാഗം സിബിനായിട്ടാണ്, ബാക്ക് നെക്കിലത്തേക്കായിട്ടാണ്. അവിടെ ഇതുപോലെ അരയിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി എത്രയാണോ ലെങ്ത് ആവശ്യം അതിന് കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിടുക. എനിക്കിവിടെ യോക്ക് ലെങ്ത് 9 ആവശ്യം. ഞാൻ അവിടെ 10 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടിയായതുകൊണ്ട് തന്നെ നെക്ക് വിട്ട് കുറച്ച് മതിയാവും. ഇനി നെക്ക് വിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നെക്ക് വിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഫോൾഡിങ് വരുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 1.25 ഇഞ്ചാണ് നെക്ക് വിട്ട് കൊടുക്കുന്നത്. 3 ഇഞ്ച് ഷോൾഡർ ലെങ്ത് കൊടുക്കുന്നുണ്ട്. അത് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റും. ആം ഹോൾ ലെങ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ചെസ്റ്റ് അളവ് എത്രയാണോ നിങ്ങൾക്ക് വന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. എനിക്ക് ചെസ്റ്റ് അളവ് 22 ആയതുകൊണ്ട് 22നെ 4ആയിട്ട് ഭാഗിച്ച് 5.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തയ്യൽ തുമ്പ് ഞാൻ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് അത് മാർക്ക് ചെയ്യുക. അടുത്ത ഹിപ്പ് റൗണ്ട് ഞാൻ എവിടെയും ഇതുപോലെ തന്നെ ഹിപ്പ് റൗണ്ടിൻ്റെ അരഭാഗവും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ലെങ്തിൻ്റെ അവിടെ നിന്ന് കർവ് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് അതും ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആം ഹോൾ ലെങ്ത് കൈക്കുഴി കറക്റ്റ് ആണോ എന്ന് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആം ഹോൾ ലെങ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഒന്ന് ഇറക്കിയോ കയറ്റിയോ കൊടുക്കുക. ഇനി കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കോട്ടൺ ലൈനിങ്ങിന് തന്നെ ആം ഹോളിലത്തേക്കായിട്ട് ഇതുപോലെ ക്രോസ് പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് ക്രോസ് പീസ് കട്ടിങ്ങിൻ്റെത്, അത് കയറി കണ്ടാൽ മതി. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി ഈ കോട്ടൺ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത ഈ പീസ് വെച്ചിട്ട് തന്നെ സാറ്റനും കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നെറ്റ് ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്ക് കെട്ടിലത്തേക്കായിട്ട് 2 പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ലെങ്ത് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്ത് വീതി എത്രയാണോ ആവശ്യം അതും മാർക്ക് ചെയ്യുക. ഞാൻ അത്യാവശ്യം നല്ലൊരു വീതിക്കാണ് ഇതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും വീതി കണ്ടാലും പേടിച്ച് പോകണ്ട. ഇതിനെ വീണ്ടും 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഭയങ്കര വീതിയൊന്നും കൂടി പോകത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് അടുത്ത വീഡിയോയിലേക്ക് ഇട്ടേക്കാം. നിങ്ങൾ സ്റ്റിച്ചിങ് ഇവിടെ കയറി കാണുക. വീഡിയോ കട്ടിങ്ങിൻ്റെത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.